ഹലോ, എല്ലാവർക്കും B4U യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2025 ജാനുവരിയിലെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഫെബ്രുവരി മാസത്തിലെ പാർട്ട് 2 ആണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ജാനുവരി മാസത്തിലെയും പിന്നെ ഫെബ്രുവരിയിലെ പാർട്ട് 1ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസണിൻ്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസണിൻ്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റുമാനിയയുടെ സിമോണ ഹാലപ്പ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റുമാനിയയുടെ സിമോണ ഹാലപ്പ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും ടെസ്റ്റ്, ഏകദിനം, T20 അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ കേട്ടോ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും ടെസ്റ്റ്, ഏകദിനം, T20 അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ. ബ്രസീൽ ഫുട്ബോൾ താരം മാഴ്സലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബ്രസീൽ ഫുട്ബോൾ താരം മാഴ്സലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ പേര് ഒന്ന് നോക്കി വയ്ക്കുക. ഇവരുടെ പേര് തന്നിട്ട് കായിക ഇനം ഏതാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പേരൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇനി GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100-ാം വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100-ാം വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന് കേട്ടോ. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്. ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. 25,555 രൂപയുടേതാണ് പുരസ്കാരം കേട്ടോ. 25,555 രൂപയുടേതാണ് പുരസ്കാരം. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്നനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്നനെ
അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി വ്യവസായി രവി പിള്ളയ്ക്ക്. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക് ലഭിച്ചു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച് ജമ്മു കാശ്മീർ. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച് ജമ്മു കാശ്മീർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുന്നു. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുന്നു. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന്. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. 2019-2025 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. 2019-2025 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക്. മികച്ച വനിതാ താരമായി ന്യൂസിലാൻഡിൻ്റെ അമേലിയ കർ തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക്. മികച്ച വനിതാ താരമായി ന്യൂസിലാൻഡിൻ്റെ അമേലിയ കർ തെരഞ്ഞെടുക്കപ്പെട്ടു. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം സച്ചിൻ തെണ്ടുൽക്കർക്ക്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം സച്ചിൻ തെണ്ടുൽക്കറിന് കേട്ടോ.
2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 135 റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ. ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ 6 എന്ന 13 എണ്ണം റെക്കോർഡ് സ്വന്തമാക്കാനും യുവതാരത്തിനായി. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിനുള്ള ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 135 റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ. ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ 6 എന്ന 13 എണ്ണം റെക്കോർഡ് സ്വന്തമാക്കാനും യുവതാരത്തിനായി. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിനും പരിശീലനത്തിനും തത്പരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തത്പരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വാറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വാറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കിയ റെയിൽവേ മന്ത്രാലയം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.